ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. NCET എക്സാമിനേഷൻ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. NCET വഴി കേരളത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. NCET എക്സാമിനേഷൻ നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമാണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, NIT, IIT-കളിലേക്ക്, RIE-കളിലേക്ക്, മറ്റ് ഗവൺമെന്റ് കോളേജുകളിലേക്ക് നടക്കുന്ന പ്രവേശന പരീക്ഷയാണ് NCET എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായി ITP പ്രോഗ്രാം, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആകെ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നേരത്തെ CUT-യിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായത്, പക്ഷെ അത് NCET-ലേക്ക് മാറ്റിയിട്ടുണ്ട്, CUT-ലേക്ക് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, പെരിയയിലാണ്, കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. BSc BEd പ്രോഗ്രാം, അതുപോലെ തന്നെ BA BEd പ്രോഗ്രാം, BCom BEd പ്രോഗ്രാം, ഇതിലെല്ലാത്തിനും 50 സീറ്റുകൾ വീതം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇതെല്ലാം സെക്കൻഡറി ലെവലാണ്. സെക്കൻഡറി ലെവൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ആ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ലെവലുള്ള കോഴ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ, കേരളത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. കോഴിക്കോട്, കാലിക്കറ്റ്, ചാത്തമംഗലത്തുള്ള NIT-യിലാണ് ഈ പറയുന്ന കോഴ്സ് കൊടുക്കുന്നത്. BSc BEd ആണ്. വളരെ അപൂർവമായി ലഭിക്കുന്ന ചാൻസ് ആണ് NIT എന്ന് പറയുന്നത്. NIT-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ പോലും 50 സീറ്റ് ഉണ്ടായിട്ട് പോലും മുഴുവൻ കുട്ടികളും വന്നിട്ടില്ല. പക്ഷേ ഈ വർഷം വലിയ അവസരമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടത്. NIT-യിലേക്ക് അഡ്മിഷൻ കിട്ടുക, അതും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് NITs എന്ന് പറയാൻ പറ്റുന്ന NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടുക, അവിടുത്തെ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സിലബസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വലിയ അവസരം കിട്ടുന്നതായിരിക്കും. അപ്പൊ NIT കാലിക്കറ്റ് വലിയ അവസരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BSc BEd ആണ്, അത് നിങ്ങൾക്ക് സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. 50 സീറ്റ്സ് അതിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇങ്ങനെ 2 ക്യാമ്പസുകളാണ് പ്രധാനമായിട്ടും വരുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെ NIT കാലിക്കറ്റ് എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് കേരളത്തിൽ NCET വഴി പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.